نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മൾ എത്രമാത്രം ദുർബലരാണ് എന്ന് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായ അമേരിക്കയിൽ അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകളുള്ള ലോസ് ആഞ്ചലസ് 10 ദിവസമായി കത്തിക്കൊണ്ടേയിരിക്കുന്നു. 135 കോടി ഡോളർ രൂപയാണ് നിലവിൽ കൃത്യതയില്ലാത്ത കണക്കു പ്രകാരം നഷ്ടമായി, സാമ്പത്തിക നഷ്ടമായി കണക്കാക്കിയത്. വീടുകളും കെട്ടിടങ്ങളും തകർന്നതും കരിഞ്ഞതുമായി 40,000-ന്റെ മുകളിലെത്തിയിട്ടുണ്ട് എന്നും അതിന് കാരണമായി അവർ കണക്കാക്കുന്ന ശക്തമായ കാറ്റിന് ഇനിയും തീവ്രത കൂടുകയാണ് ചെയ്യുക എന്നതൊക്കെയാണ് റിപ്പോർട്ട്. ആ രാജ്യത്തിനകത്തേക്ക് ഒരു മനുഷ്യന് അനുമതിയില്ലാതെ കയറിയാൽ അറസ്റ്റ് ചെയ്യുകയോ വധിച്ചു കളയുകയോ ചെയ്യുന്ന ഒരു നാട്ടിൽ ലോകത്തെ ഏറ്റവും വലിയ കോടിപതികളായ നടീനടന്മാർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് തീ ആളിപ്പടർന്നിട്ട് അതിലെ ഒരു 14% പോലും അണക്കാൻ കഴിയാത്ത വിധം സ്തബ്ധരായി നിന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തിലും ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു വലിയ രാജ്യത്തിന് പോലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുമ്പിൽ പടച്ചവനിലേക്ക് അഭയം തേടേണ്ട വിധം നിസ്സഹായരാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും സാധാ മനുഷ്യരെന്നുള്ള രൂപത്തിൽ എത്രമാത്രം അള്ളാഹുവിനോട് കീഴൊതുങ്ങി ആവശ്യക്കാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിന്റെ സുപരിചിതമായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്,
അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ വളരെ ഫക്കീറന്മാരാണ്, നമ്മൾ ദരിദ്രരാണ്. വല്ലാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹുവാണ് ധനാഢ്യൻ. ചോദിച്ചോളൂ, അള്ളാഹുവിനോട് യാചിച്ചോളൂ, പടച്ചവനോട് അവനവന്റെ ആവശ്യങ്ങൾ പറഞ്ഞോളൂ. സഹോദരങ്ങളെ, ഈ ആവശ്യങ്ങൾ പാവപ്പെട്ട നമ്മൾ, സാധുക്കളായ നമ്മൾ, ദരിദ്രരായ നമ്മൾ, ഒരു സെക്കൻഡ് പോലും ജീവിതം നമ്മുടെ കയ്യിലില്ലാത്ത നമ്മൾ, മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനോട് നടത്തുന്ന ഈ യാചനക്കാണ് ഇസ്ലാമിക ഭാഷയിൽ ദുആ, പ്രാർത്ഥിക്കുക എന്നുള്ളതിന്റെ ആശയം എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ തീരുമാനങ്ങളുമെല്ലാം ഏറ്റവും നല്ല രൂപത്തിലാകുവാൻ നമ്മൾ അതിന് കഴിയുന്ന, അതിന് ശേഷിയുള്ള ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനോട് നടത്തുന്ന ആത്മാർത്ഥമായ തേട്ടത്തിനാണ് ഇസ്ലാമിൽ ദുആ ഇരക്കുക എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം. ലൈസ ഷൈഉൻ, ലൈസ ഷൈഉൻ എന്നതിന്റെ അറബി അർത്ഥം ഒരു പ്രവർത്തനവും ഒരു കാര്യവും ഇല്ല, ഏതല്ലാതെ അക്രമ അലല്ലാഹി തആല മിനദ് ദുആ, നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന ദുആയേക്കാളും അള്ളാഹുവിന്റെ പക്കൽ മഹത്വരമായ മറ്റൊരു ആരാധനാ കർമ്മവും ഇല്ല എന്നാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിന് ശേഷമാകാം, ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്താകാം, യാത്രക്കിടയിലാകാം, നമ്മൾ ചെയ്യുന്ന ജോലി തിരക്കുകൾക്കിടയിലാകാം, ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന അല്പനേരത്തെ ദുആ അള്ളാഹു പരിഗണിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായിട്ടാണ്. നമ്മൾക്കൊരു കാര്യം ഉറപ്പാണല്ലോ, അള്ളാഹു നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചത് കൂടുതൽ ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ എടുക്കുക എന്നത് നമ്മുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുകയും അത് നമ്മൾക്ക് സ്വർഗത്തിന് കാരണമാവുകയും ചെയ്യും എന്നറിയാവുന്നവരാണ് നമ്മൾ. അവിടെയാണ് കേട്ടു പരിചയിച്ച ഒരു വാചകം നമ്മളെ ഒന്നുകൂടി തട്ടി ഉണർത്തേണ്ടത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. അഥവാ നമ്മൾ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തിയാൽ, നമ്മുടെ കാര്യമാകാം, കുടുംബത്തിന്റെ കാര്യമാകാം, നമ്മുടെ സ്വപ്നങ്ങളാകാം, അള്ളാഹു അനുവദിച്ച ഏതൊരു കാര്യവും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ പക്കൽ ആരാധനയാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഖുർആൻ പാരായണം പോലെ, സ്വദഖ പോലെ അള്ളാഹുവിന്റെ പക്കൽ സ്വർഗത്തിന് കാരണമാകുന്ന, നരകമോചനത്തിന് കാരണമാകുന്ന ഇബാദത്താണ് നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ 10 സെക്കൻഡോ എടുത്ത് അള്ളാഹുവിനോട് നടത്തുന്ന ഓരോ പ്രാർത്ഥനയും. മനുഷ്യരായ നമ്മൾക്ക് നമ്മളോടൊരാൾ ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു അത്യാവശ്യമൊക്കെ സാധാരണക്കാരായ ആളുകൾ എന്നുള്ള നിലക്ക് ചിലപ്പോഴൊക്കെ നമ്മൾക്കൊരു വെറുപ്പ് തോന്നിയേക്കാം. എങ്കിലും നമ്മൾ പറയാൻ, ഒരാളൊരു കാര്യം ചോദിക്കുക എന്നത് നമ്മൾക്ക് തിരക്കേടില്ല. പക്ഷെ അതേ ആൾ വീണ്ടും 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 ഒരേ കാര്യം തന്നെ നമ്മളോട് ചോദിക്കുക എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതി അനുസരിച്ച് നമ്മൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ പറയും, ഇയാൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലേ, ചോദിച്ച കാര്യം തന്നെ പിന്നെയും പിന്നെയും ചോദിക്കാണോ, കൊടുത്തിട്ട് അയാൾക്ക് തികയണില്ലല്ലോ, ആക്രയാണ് അയാൾക്ക്. നമ്മൾ പറയുന്ന വാക്കുകളാണ്. മനുഷ്യപ്രകൃതം അങ്ങനെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നല്ലാഹ യുഹിബ്, പടച്ചോൻ ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അയ്യസ്അല റബ്ബഹു, അള്ളാഹുവിനോട് നമ്മൾക്ക് പടച്ചവൻ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്. വയുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. അൽ ഇൽഹാഅ ഫി ദുആ, നമ്മൾ അള്ളാഹുവിനോട് ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ നല്ല ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, കടങ്ങൾ വീടുന്നതിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി നമ്മൾ ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് നമ്മളോട് കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു പോലും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ,
പ്രവാചകന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ ചരിത്രം പറയുന്നിടത്ത് മിനിമം അവർ അള്ളാഹുവുമായി നടത്തിയ ചെറിയ ഒരു ദുആ എങ്കിലും അള്ളാഹു പരാമർശിക്കും. എന്തിനാണ് ഈ ദുആകളെല്ലാം നമ്മളെ കൊണ്ട് അള്ളാഹു വായിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ഓരോ പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്തും അവർ നടത്തിയ ദുആകൾ 2025 ജനുവരിയിൽ ഖുർആൻ ഓതുന്ന നമ്മളെ കൊണ്ട് അള്ളാഹു ഓദിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് അള്ളാഹു വായിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? അവരെല്ലാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? അവരെല്ലാം വയദ്ഊനനാ റഗബൻ വറഹബ, ഓരോ വിശ്വാസികളും ആ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യേണ്ടവരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ കൂടിയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളെയെല്ലാം ഉദാഹരണങ്ങളാക്കി ഓരോ പ്രവാചകന്റെ ജീവിതത്തിലൂടെയും അവിടെ പ്രാർത്ഥനയിലൂടെയും അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾക്ക് വരുമ്പോഴെല്ലാം നമ്മൾ അമ്പിയാക്കന്മാർ ചെയ്ത പോലെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ നിരന്തരമായി ഇഖ്ലാസോടെ മുത്തഖികളായി തൗഹീദ് ശരിയാക്കി പടച്ചവനിൽ തവക്കുൽ ചെയ്ത് ആത്മാർത്ഥമായി നൈരന്തര്യ പ്രാർത്ഥന നടത്തേണ്ടവരാണ് എന്ന് പഠിപ്പിക്കാനാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ നമ്മൾക്കൊരു തലമുറയുണ്ടാവുക. നമ്മുടെ വാപ്പയാണെങ്കിൽ, നമ്മുടെ ഉമ്മയാണെങ്കിൽ, കുടുംബനാഥനാണെങ്കിൽ നമ്മൾക്കൊരു പിന്തുടർച്ചാവകാശി ഉണ്ടാവുക. നോക്കൂ, എത്രയോ പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്ത് സക്കരിയ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രൂപം തന്നെ അങ്ങനെയാണ്. ഇത് നാദാ റബ്ബ, സക്കരിയ നബി അള്ളാഹിനെ വിളിക്കാട്ടോ, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബി ലാ തദർനി ഫർദ, പടച്ചോനെ എനിക്കിപ്പോ കുട്ടികളില്ല, പക്ഷെ എന്റെ കുടുംബം അറ്റുപോകുമോ, പിന്തുടർച്ചാവകാശി ഇല്ലാതായി പോകുമോ എന്ന് പടച്ചോൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. വഅൻത ഖൈറുൽ വാരിസീൻ, പടച്ചോനെ നീയാണ് ഞങ്ങൾക്ക് അനന്തരാവകാശിയെ തരുന്നത്. അതുകൊണ്ട് നാഥ, ഞാൻ നിന്നോട് മടുപ്പില്ലാതെ ചോദിക്കാൻ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം 1 കൊല്ലല്ല 2 കൊല്ലല്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പടച്ചോനോട്. ഇബ്രാഹിം നബിയും അതുപോലെ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, നാഥ എനിക്കൊരു നല്ല കുട്ടിനെ കൊണ്ട, പ്രായായി, പ്രശ്നമല്ല പടച്ചോനെ, ഞാൻ നിന്നോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. പടച്ചോന്റെ കരാറാണ്, ഞാൻ അതിന് ഉത്തരം നൽകും. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന ആ അമ്പിയാക്കന്മാർ തുടർന്നതും അതിന് അള്ളാഹു നൽകിയ മറുപടിയും, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന പേരിൽ ഒരു കുട്ടിയെ ഞാനിതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകിയിരിക്കുന്നു എന്നും, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഇതാ സഹനശേഷിയുള്ള നല്ല ഒരു കുട്ടിയെ നിനക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബിയോടും അള്ളാഹു അങ്ങോട്ട് തിരിച്ച് പ്രാർത്ഥനയുടെ ഫലമായി നൽകിയ സമ്മാനവും നമ്മൾക്ക് എന്തിനാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്? എന്തിനാ പറഞ്ഞു തരുന്നതെന്നറിയോ? ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കുന്നതോടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴല്ല, അതിന്റെ മുമ്പ് തന്നെ നാഥ നീ ഞങ്ങൾക്ക് മക്കളെ നൽകണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവരാണ് ഓരോ രക്ഷിതാക്കളും എന്ന് പഠിപ്പിക്കാനാണ്. അതിൽ ചിലപ്പോൾ കാലതാമസമുണ്ടാകാം, ചിലപ്പോൾ പരലോകത്തേക്ക് മാറ്റിവെക്കാം, പക്ഷെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. എത്രയോ അനുഭവങ്ങളില്ലേ സഹോദരങ്ങളെ, എത്രയോ വ്യക്തിപരമായി പറയാൻ എത്രയോ ഉണ്ടാകും. 17 കൊല്ലം മക്കളില്ലാതെയായി 17ാമത്തെ കൊല്ലം കുട്ടിയുണ്ടായപ്പോ പള്ളിയിൽ വന്ന് അദ്ദേഹത്തോട് ജമാഅത്തിന് ശേഷം സംസാരിച്ച അദ്ദേഹം പറഞ്ഞ വാക്ക്, മൗലവി എന്റെ ഓർമ്മയിൽ 17 കൊല്ലവും ഞാൻ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അതോടൊപ്പം ഞാൻ അള്ളാഹിനോട് കുട്ടിണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഏകദേശം പ്രായമൊക്കെ ആയില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 17 കൊല്ലായി, ശരീരമൊക്കെ അതിനനുസരിച്ച് ശോഷിച്ചു തുടങ്ങിയില്ലേ, ഞാൻ നിർത്തിയിട്ടില്ല, ഞാൻ അവസാനിപ്പിച്ചില്ല, ഞാൻ പടച്ചോനോട് പ്രതീക്ഷയോടുകൂടി തന്നെ തേടി. ഇന്ന് ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ കാണുന്നു. 3 മക്കളുടെ രക്ഷിതാക്കളാണ്. സഹോദരങ്ങളെ, ഇത് അത്ഭുതമാണ്.
അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതമായ ഉത്തരമാണ്. ഇത് നടത്തുവാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നതാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ ചില കുടുക്കിലൊക്കെ കുടുങ്ങും. അറിയാതെ കച്ചവട കേന്ദ്രമാകാം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ആക്സിഡന്റ് പറ്റിയിട്ടാകാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും പോയി കുടുക്കിയതാകാം, ചില ആശുപത്രികളുടെ ബില്ലുകൾ അടക്കാൻ പ്രയാസപ്പെടുന്നതാകാം, അറിയാതെ വീട്ടിൽ കടം വന്ന് കയറിയതാകാം. അങ്ങനെ നമ്മുടെ ഒരു കുടുക്ക് കുടുങ്ങാണ്ട് ജീവിതത്തിൽ അങ്ങനെ ചിലപ്പോൾ പറ്റും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഭൗതികമായി അത് പരിഹരിക്കാനുള്ള കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തു ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് യൂനുസ് നബിയുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ഓടുക, പൈസക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെടുക്കലും വിളിക്കുക, നമ്മൾ അലയുക. ആദ്യം അല്ലാഹു പറഞ്ഞ എന്താ അറിയോ? ആ പൈസക്ക് വേണ്ടി അലയുന്നതോടൊപ്പം ഖജനാവിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങണം. അതാണ് വിശ്വാസി. പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് നാട്ടിലത്തെ ഏതൊരാളും ചെയ്യുന്നതാണ്. ആളുകളോട് ചോദിക്കുക എന്നുള്ള ആരും ചെയ്യുന്നതാണ്, ചെയ്യും വേണം. പക്ഷേ പ്രാർത്ഥന കൊണ്ട് അവനവന്റെ ജീവിതം അള്ളാഹുമായി ബന്ധിപ്പിച്ച് എന്നിട്ട് പുറത്തിറങ്ങുക എന്നത് വിശ്വാസിക്ക് മാത്രം പറഞ്ഞ ലക്ഷണമാണ്. അതുണ്ടാകണം. അതുകൊണ്ടാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചതിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ഫനാദാ ഫിൽ ദുലുമാത്ത്, ഇരുട്ടുകൾക്കകത്ത് വെച്ചാണ് യൂനുസ് നബി വിളിച്ചത്. ഇരുട്ടുകൾക്കകത്ത് വെച്ച്, കടലിന്റെ ഇരുട്ട്, കടലിന്റെ അടിത്തട്ടിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, 3 ഇരുട്ടുകൾക്കുള്ളിൽ വെച്ച് ജീവനുള്ള യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് വിളിച്ചു. ആശുപത്രിയുടെ മുന്നിൽ വെച്ച്, കടക്കണിയുടെ മുന്നിൽ വെച്ച്, വീട്ടിൽ വന്നിട്ടുള്ള സാമ്പത്തികമായ രോഗത്തിന്റെ പ്രയാസം വന്ന് സാമ്പത്തികമായ പരാധീനതയുടെ മുന്നിൽ വെച്ച്, കുട്ടിയുടെ കല്യാണത്തിന്റെ വിഷയത്തിന്റെ മുന്നിൽ വെച്ച്, വീട് നിർമ്മാണം പകുതിയിൽ വെച്ച് നിന്നുപോയതിന്റെ മുന്നിൽ വെച്ച് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനോട് പ്രാർത്ഥിക്കണം. അമൽ ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞറിയോ? ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗമ്മി, അദ്ദേഹം അകപ്പെട്ട പ്രശ്നത്തിൽ നിന്ന്, കെണിയിൽ നിന്ന്, ട്രാപ്പിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെയും രക്ഷപ്പെടുത്തി. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ വരുന്ന ചിന്ത എന്താ അറിയോ? ഇതൊക്കെ നബിമാരല്ലേ? അതിനാണ് ആയത്തിന്റെ ഒക്കെ അവസാനം എന്താ പറഞ്ഞറിയോ? വദിക്റാലിൽ ആബിദീൻ, ഇത് നിങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുന്നത് നമ്മൾക്കും ഇതേപോലെ പ്രയാസം വരുമ്പം പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവന് പരിഹാരം തരും. അത് ഖുർആൻ ഓതുന്ന ഓരോരുത്തർക്കുമുള്ള നിയമമാണ് എന്ന് നമ്മൾക്ക് കൂടി പഠിപ്പിച്ചു തരാനാണ്. അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ളതല്ല, നമുക്ക് കൂടിയുള്ളതാണ്. 5 പെൺകുട്ടിയാളെ, ഒരു വഹാപ്പ 5 പെൺകുട്ടിയാള്, ചെറിയൊരു സൈക്കിൾ ഷോപ്പ്, ക്ലാസ് എടുക്കാൻ വേണ്ടി പോണ സ്ഥലമാണ്. 5 നല്ല കുട്ടികളാണ്. ഒരു മഹാലയിലെ മുത്തുമണികളെ പോലെ നല്ല കുട്ടികളാണ്, അടുപ്പടിപ്പിച്ച് കുട്ടികളാണ്. ചെറിയൊരുപ്പ വീടിന്റെ മുന്നിൽ ഓല ഷെഡ് പോലെ വെറും സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്ന ഒരു ഉപ്പാക്ക് 5 പെൺകുട്ടികളെ പഠിപ്പിക്കാൻ, വസ്ത്രം വാങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ തന്നെ പൈസ ഉണ്ടാവില്ല. അറിയാം, നമുക്ക് എല്ലാ ക്ലാസ്സുകൾക്കും വരും. അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മക്കളെ മുഴുവൻ ഒരു അത്യാവശ്യ ബോധം വന്ന മുഴുവൻ മക്കളെയും വിളിച്ചിട്ട് ഞാൻ ഇരുത്തിയിട്ട് മൗലവി പറഞ്ഞു കൊടുത്തു, മക്കളെ, വാപ്പാക്ക് ഈ ജോലി അല്ലാതെ ചെയ്യാൻ കഴിയില്ല, ശാരീരികമായി പ്രയാസമുണ്ട്, വേറെ ആരും നമുക്കൊരു പൈസ കൊണ്ടുവന്നരാനുമില്ല, വാപ്പാന്റെ വക ഉമ്മാന്റെ വകയായിട്ട് തറവാട്ടിന്ന് കിട്ടാനുമില്ല. ഈ സൈക്കിൾ ഷോപ്പ് കൊണ്ട് വാപ്പാക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ നടക്കണ കാര്യം നടന്നു പോകാൻ, ഒരു കല്യാണമൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ വാപ്പാനെ കൊണ്ട് കഴിഞ്ഞോളുന്നില്ല. മക്കളുടെ ഒറ്റ കാര്യം, വാപ്പാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ദീനിയാക്കി വളർത്തുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി മക്കൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളിൻ. പടച്ചോനെ ഇടങ്ങേറില്ലാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ ഖൈറ് തരണേ എന്ന് പ്രാർത്ഥിച്ചോളിൻ. സഹോദരങ്ങളെ, നമ്മൾക്ക് ഖുർആനും പടച്ചോന്റെ വാക്കിലും 1000 തവണ അനുഭവത്തിലൂടെ വിശ്വാസം വരുന്ന എത്ര സംഭവങ്ങളാണ്. 10 കൊല്ലത്തിനിടയിൽ 5 പെൺകുട്ടികളുടെയും വിവാഹം സ്ത്രീധനമില്ലാതെ, ആർഭാടമില്ലാതെ, അവസാനം ആ കെട്ടിയ 5 പേരും ആ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയൊരു വീട് വെച്ചു കൊടുത്ത്
സന്തോഷത്തിൽ ജീവിക്കുന്നത് നിറക്കണ്ണുമായി ഇന്നും അനുഭവാൻ. പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തിയാൽ, മടുപ്പില്ലാതെ നടത്തിയാൽ, ആത്മാർത്ഥമായി നടത്തിയാൽ, ഇഖ്ലാസിൽ നടത്തിയാൽ, ഉത്തരം കിട്ടണം എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നടത്തിയാൽ, പടച്ചവനെ കുറിച്ചുള്ള ഇഷ്ടം കൊണ്ട് നടത്തിയാൽ, പടച്ചവൻ നമ്മൾക്ക് നൽകിയ കരാറാണ്. പടച്ചോൻ നമ്മൾക്ക് നൽകിയ കരാറാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നത് ഉറപ്പാണ്. അത് പടച്ചോന്റെ കരാറാണ്. ഇതിനു വേണ്ടിയിട്ടാ ഖുർആൻ നമ്മളോട് അമ്പിയാക്കന്മാരുടെ ചരിത്രം പഠിക്കാൻ വേണ്ടി പറയുന്നത്. അവിടെ പ്രാർത്ഥന നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കണത്, അവരുടെ പ്രാർത്ഥനകൾ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കണത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാർത്ഥന ഓരോ പ്രസംഗത്തിലും നമ്മൾ കേൾക്കുന്നില്ലേ? ആ പ്രാർത്ഥന, ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ, പടച്ചോനെ എനിക്ക് പ്രയാസമുണ്ട് കേട്ടോ, ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, നീ പരിഹരിക്കണം നാഥ. സഹോദരങ്ങളെ, അതിന് പടച്ചോൻ ഉത്തരം നൽകിയില്ലേ? പടച്ചോൻ ഉത്തരം നൽകിയില്ലേ? ആ ഉത്തരം നൽകി രോഗം മാറി, കുടുംബത്തെ തിരിച്ചു കൊടുത്ത് ആയത്തിന്റെ അവസാനം ഇതന്നെ പറഞ്ഞല്ല, വദിക്റാലിൽ ആബിദീൻ. ഈ ഖുർആൻ ഓതുന്ന ഇതേ പ്രശ്നമുള്ള ആളുകൾക്ക് ഈ ദുആയിൽ പടച്ച തമ്പുരാൻ ചില ഗുണപാഠം വെച്ചിട്ടുണ്ട്. ക്യാൻസർ വന്നിട്ട്, ഭർത്താവിന് ക്യാൻസർ വന്നിട്ട് നിസ്കരിക്കൂലെന്നു അദ്ദേഹം, നിസ്കരിക്കൂല. ഭാര്യ നല്ല ദീനിയാണ്, പ്രായമായി, ഭർത്താവ് നിസ്കരിക്കൊന്നുമില്ല. ക്യാൻസർ വന്നു, അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി മരണം മുന്നിൽ കാണുന്ന, രോഗം മൂർച്ഛിക്കുമ്പോൾ ഒരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെയാകുമ്പോ ഭാര്യയും അദ്ദേഹവും നടത്തുന്ന ഒരു സംഭാഷണം ഉണ്ടാവും. നമുക്കൊക്കെ ഇങ്ങനെ വരും. കിബർ നിൽക്കുമ്പോഴേ വല്യർത്താനൊക്കെ നിന്ന് നമ്മളാരുമല്ല, നമ്മൾ ഈ ദുനിയാവെന്ന് പോയ ഈ ദുനിയാവിൽ ഒരു ഈച്ചക്ക് പോലും ഒന്നും നഷ്ടപ്പെടൂല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില സമയം ഉണ്ടാവും. ആ സമയത്ത് അദ്ദേഹം ഭാര്യനോട് ആത്മാർത്ഥമായിട്ട് കൈയൊടിച്ചിങ്ങനെ പറഞ്ഞു, എടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണട്ടോ, പടച്ചോൻ എന്നവരെ വിളിക്കാത്തോനെ പ്രാർത്ഥിക്കണട്ടോ. ഉമ്മ, ഭാര്യ അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യ, നമ്മുടെയൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോ ഉമ്മ പറഞ്ഞ വാചകം, ഞാൻ അള്ളാനോട് നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് കരാറ് തരണം, കരാറ് തരണം. ഈ രോഗം ശിഫയാകുക എന്നത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കൂല എന്ന് നിങ്ങൾക്ക് കരാറ് തരികയാണെങ്കിൽ ആ നന്മയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളാനോട് തേടിക്കൊണ്ട്. സഹോദരങ്ങളെ, ഇന്ന് ഈ ദിവസം സുബഹിക്ക് അദ്ദേഹം പള്ളിയിലുണ്ട്. ഇന്ന് ഈ ദിവസം സുബഹിക്ക് അദ്ദേഹം പള്ളിയിലുണ്ട്. ഭാര്യയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക്, ജീവൻ അള്ളാഹു എന്റെ പ്രിയതമ പടച്ചോനോട് ചോദിച്ചു വാങ്ങിത്തന്ന ജീവിതാണ്, ചോദിച്ചു വാങ്ങിത്തന്നതാണ്. ഞാൻ നിസ്കരിക്കണം എന്ന് അവളുടെ ആഗ്രഹത്തെ മുൻനിർത്തിയിട്ട് അവൾ അള്ളാഹുവിനോട് കെഞ്ചി വാങ്ങിത്തന്ന ജീവിതാണ് എന്റെ ജീവിതം. സഹോദരങ്ങളെ, രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിൽ പോകുന്നത്, സുബഹിക്ക് വരുന്നത് നമ്മുടെ മനസ്സിലെ സന്തോഷാണ്. ഇത് പടച്ചോ നമുക്ക് പറഞ്ഞുതരാൻ. ഇത് 1-2 ആളുകൾക്കുള്ളതല്ല, നമുക്കുള്ളതാണ്. എന്ത് വേണം രസങ്ങളെ? ഒരു ദിവസം ഒരു 10 മിനിറ്റ് നമ്മൾ പടച്ചോന്റെ മുന്നിൽ ഒന്ന് ഇരിക്കണം. നമ്മളൊരു 10-5 മിനിറ്റ് അവനാന്റെ കാര്യം, പരലോകം, മക്കള്, കുടുംബം, കച്ചവടം, ഓരോ കാര്യം നമ്മുടെ കയ്യിലല്ല നമുക്കറിയില്ല. സോങ്ങളെ, ഈ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പം ഈ കൈയും ഈ കാലും ഇതേപോലെ ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും അറിയില്ല. ആരെ കയ്യിലാ? പടച്ചോന്റെ കയ്യിലാണ്. നമ്മളെ കുട്ടി സ്കൂള് വിട്ടിട്ട് തിരിച്ചു വരുമ്പോ പോയി അതേ യൂണിഫോമിലാകുമോ, അല്ല രക്തം പുരണ്ടിട്ടാകുമോ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാകുമോ, നമ്മക്കറിയില്ലല്ലോ കൂട്ടരെ. പടച്ചോന്റെ ഏക്കലല്ലേ, അള്ളാന്റെ ഏക്കലല്ലേ. നമ്മൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി വിട്ടാലും എതിർദിശയിൽ നിന്ന് വരുന്ന ഒരാൾ ഉറങ്ങിപ്പോയാൽ തീർന്നു കഴിഞ്ഞില്ലേ? വണ്ടിയുടെ മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റവും പ്രവർത്തിച്ചാലും നമ്മുടെ ജീവിതം കഴിഞ്ഞില്ലേ? ഓരോന്നും നമ്മളെങ്ങാനും ഗ്യാസ് ഓഫാക്കുന്നതിൽ വല്ല പ്രശ്നവും പറ്റിയാൽ, നമ്മളെങ്ങാനും മോട്ടറിടുന്നതിൽ വല്ല പ്രശ്നവും പറ്റിയാൽ, നമ്മളെങ്ങാനും ഇസ്തിരിടുന്നതിൽ വല്ല പ്രശ്നവും പറ്റിയാൽ തീർന്നു പോകുന്നതല്ലേ ശരീരത്തിന്റെ അവയവങ്ങളും സൗന്ദര്യവും ജീവിതവും? ഇത് മൊത്തം നമുക്ക് അള്ളാന്റെ കിട്ടണ്ടേ? നിസ്കാരത്തിന് ശേഷോ, സോളെ അവനാന്റെ വണ്ടിയിൽ ഇരിക്കുമ്പോഴോ, വെറുതെ യാത്ര പോകുമ്പോഴോ, ജോലിക്ക് പോകുമ്പോഴോ ഒരു 5 മിനിറ്റ് പടച്ചോനെ എന്റെ സ്വർഗം,
എന്റെ പാപങ്ങൾ നീ പുറത്തരാനും എന്റെ വാപ്പാനിമ്മാനും സ്വർഗത്തിലേക്കാക്കാനും എന്നിന്റെ മക്കളെയും കുടുംബത്തെയും പടച്ചോനെ നീ തൗഹീദിന്റെ വഴിയിൽ നിലനിർത്താനും എന്ന് പറഞ്ഞ അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനാണ്. ഒരു ഭാഗത്ത് യാത്ര ചെയ്തപ്പോഴേ പള്ളിയുടെ പുറം ഭാഗത്ത് ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അറബിയിലാണ്, പുറത്താണ്. ആ വാക്യത്തിന്റെ മലയാളം ഇങ്ങനെയാണ്. നമ്മൾ ശരിക്ക് മനസ്സിൽ തട്ടിപ്പോകുന്ന ചില വാക്കാണ് അതിൽ എഴുതി വെച്ചത്. നൽകുവാൻ അല്ലാഹു തയ്യാറാണ്, പക്ഷേ ചോദിക്കുവാൻ നിനക്ക് സമയമില്ലല്ലോ. ആ വാചകൊന്ന് മനസ്സിലെന്ന് പറഞ്ഞു നോക്കി. എല്ലാം തരുവാൻ, ചോദിക്കുന്നത് മുഴുവൻ തരുവാൻ അല്ലാഹു തയ്യാറായി കാത്തിരിക്കുകയാണ്, പക്ഷേ ചോദിക്കാൻ നിനക്ക് നേരല്ലല്ലോ. ധൃതിയാണല്ലടാ, ധൃതിയാണല്ലോ. ധൃതി കാണിച്ചിട്ട് എവിടുക്കാ പോണ്? കടിക്ക്. കട കത്തണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? അല്ലാഹു. ആ പടച്ചോനിട്ടാണ്ടാ പോണത്. 3 മിനിറ്റ് ഇരുന്നാ മതി അവനാന്റെ കുട്ടിന്റെയും കുടുംബത്തിന്റെയും കാര്യം ചോദിക്കാൻ. അതിനുപോലും നേരമില്ലാത്ത വിധം നമ്മളെ ബിസിയാക്കിയത് ശൈത്വാനാണ്. അൽ അജലത്തു മിനശ് ശൈത്വാൻ. ശൈത്വാൻ ബിസിയാക്കാൻ നമ്മളും പടച്ചോൻ നമ്മളെ കണക്ഷൻ മുറിക്കാന് 2 മിനിറ്റ് കൂടി നിന്ന കച്ചവടം പൂട്ടും, 3 മിനിറ്റ് കൂടി നിന്ന് ആകെ വൈകും, 2.5 മിനിറ്റ് കൂടി നിന്ന് ആകെ കപ്പാടല്ലാതെ ഒരു 5 മിനിറ്റ് ഒന്ന് പള്ളിക്ക് വെറുതെ പ്രാർത്ഥിക്കാവുന്ന 5 മിനിറ്റ് പള്ളിക്ക് നിന്ന് നോക്കി. ഈ ഇടവണ്ണങ്ങാടിയിലോ നമ്മളെ വീട്ടിലോ നമ്മുടെ വണ്ടിയിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നെന്ന് കാണിച്ചു ഇല്ല. പക്ഷെ നമ്മളെ മനസ്സിൽ ശൈത്താൻ ബേജാറാക്കും. ദ്വായിരിക്കാൻ നേരല്ലടാ, 2 മിനിറ്റ് ഒന്നും പ്രാർത്ഥിക്കാൻ നേരല്ലടാ, അപ്പോഴേക്ക് 2-3 പ്രശ്നം വരടാ. ഇത് ശൈത്താന്റെ അടവാണ്, അതിൽ പെടരുത്. അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അത്ഭുതം ഉണ്ടാകും. അത്ഭുതം ഉണ്ടാകും എന്നുള്ളത് വെറുതെ പറയണ വാചകമല്ല. ലോകത്തെ അള്ളാഹുവിന്റെ ഖളാ, പടച്ചവന്റെ ഖളാ അള്ളാഹു മാറ്റുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഹദീസാൻ ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. പടച്ചവൻ എഴുതി വെച്ച അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ പ്രാർത്ഥന പടച്ചവമ്പുരാൻ സ്വീകരിക്കുക വഴി മാറ്റം വരുത്തും. അതും അള്ളാഹുവിന്റെ ഖളായിൽ പെട്ടതാണ്. പടച്ചോൻ നമ്മൾക്ക് നിശ്ചയിച്ച ഒരു അപകടമാകട്ടെ, നഷ്ടമാകട്ടെ, മറ്റെന്തൊരു കാര്യമാകട്ടെ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനും ലാഭത്തിലാക്കാനും അംഗവൈകല്യമില്ലാതെയാക്കാനും ശരീരത്തിന്റെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കാനും കടത്തുനിന്ന് മോചിപ്പിക്കാനും കല്യാണം നടത്താനും സഹോദരങ്ങളെ പടച്ചവനോട് നടത്തുന്ന പ്രാർത്ഥന കൊണ്ട് അള്ളാഹു തന്നെ മാറ്റും എന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാൻ ആ സമയാ പോണത്. അത്ഭുതം ഉണ്ടാവും. ഞാൻ ഇന്നും മനസ്സിൽ കാണാൻ ഇസ്ലാഹി സെന്റർ ഗൾഫിലെ ആഴ്ചയിലൊരിക്കൽ സാൽമൺ മത്സ്യമടക്കം വില കൂടിയ മത്സ്യവുമായിട്ട് ആ സെന്ററിൽ താമസിക്കുന്ന ആളുകൾക്ക് കൊണ്ടുവന്നു കൊടുക്കുന്ന അത്യാവശ്യം നല്ല ധനമൊക്കെയുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇടക്ക് കൊണ്ടുവരും. അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചല്ല, എന്തിനാണ് ഇത്രയും വില കൂടിയ മത്സ്യം ഇവിടെ? അദ്ദേഹത്തിന്റെ വാചകം 2 കണ്ണുകൾ നിറഞ്ഞിട്ടാണ്, കൊടുക്കണ്ട മൗലവി, കൊടുക്കണ്ടേ. 12 കൊല്ലം എനിക്ക് കുട്ടികളുണ്ടായില്ല. ഞാൻ എന്റെ കയ്യിൽ മുഴുവൻ സമ്പത്ത് വർദ്ധിക്ക, ബിസിനസ് മുഴുവൻ വർദ്ധിക്ക. ഞാൻ 10 ഡോക്ടർമാരെ ഒന്നിച്ചു ഞാൻ എത്തി. എനിക്കറിയാവുന്ന എന്റെ കുടുംബത്തിലും പുറത്തുമുള്ള ഏറ്റവും മികച്ച 10 ഡോക്ടർമാരെ ഞാൻ ഒന്നിച്ചിരുത്തി. അതുവരെ 14 കൊല്ലം ഞാൻ നടത്തിയ മുഴുവൻ ടെസ്റ്റിന്റെയും മുഴുവൻ റിപ്പോർട്ട് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു. നോക്കിയിട്ട് പറഞ്ഞു ഉണ്ടാവൂല. 10 ആളും കൈമാറി. 10ാമത്തെ ആൾ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നും കരുതരുത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്, വൈദ്യശാസ്ത്രപ്രകാരം കുട്ടികളുണ്ടാവില്ല. മൗലവി, അന്ന് ഞാനും ഭാര്യയും തീരുമാനിച്ചു. ആ ആഴ്ച ഞങ്ങൾ ഹറമിലേക്ക് പോയി, ഞങ്ങൾക്ക് ചെയ്യാവുന്ന പ്രാർത്ഥനകൾ നിർവഹിച്ചു, ഉംറ ചെയ്തു. പിറ്റത്തെ മാസം എന്റെ ഭാര്യ ഗർഭിണിയായി. പിറ്റത്തെ മാസം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമുള്ളൂ, പടച്ചോനോട് ഞാൻ തേടിയ തേട്ടത്തിന് അള്ള തന്ന ഉത്തരമാണ്. പിന്നെ ഞാൻ കൊടുക്കണ്ട മൗലവി, ഇവിടെയുള്ള 10-30 ആളുകൾക്ക് ഇന്റെ പൈസയിന്ന് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ വട്ടം തേടിയപ്പോഴേക്കും
10 ഡോക്ടർമാർ പറഞ്ഞതിന്റെ മുകളിൽ ഞാൻ ചോദിച്ചൊരു അനുഗ്രഹം തന്ന പടച്ചോനോട് കാണിക്കേണ്ട നന്ദിയല്ലേ? ഇതാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. യുവാക്കളെ നല്ല കാലഘട്ടത്ത് പട്ടിണി ഉണ്ടാവും, ചിലപ്പം പ്രയാസം ഉണ്ടാവും. പട്ടിണി എന്ന് പറഞ്ഞാൽ കട്ടപ്പാടുണ്ടാവും. ചിലപ്പോൾ ഒരു തൊഴിലിടത്ത് ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യായിരിക്കും. അതിനിടയിൽ കിട്ടാവുന്ന സമയത്ത് PSCക്ക് വായിക്കുന്ന യുവാവ് ചെയ്യുന്നതിനിടയിൽ PSCക്ക് വായിക്കും, കസ്റ്റമർ വരുമ്പോൾ വീണ്ടും പോകും. ആകെ പറയാറുള്ളത്, മൗലവി ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് PSCന്റെ ലിസ്റ്റിൽ അതുവരെ ഒരു ടെക്സ്റ്റൈൽസിൽ ആളുകൾ വരുമ്പോൾ വസ്ത്രമെടുത്തു കൊടുത്തിരുന്ന സാധുവായൊരു കുട്ടിക്ക് കയറാൻ കഴിഞ്ഞത് അധ്വാനത്തോടൊപ്പം പടച്ചോനോട് നടത്തിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ആഗ്രഹമുണ്ട് ഹലാലായത്, ഇഷ്ടങ്ങളുണ്ട്, മുഴുവനും പ്രാർത്ഥിക്കുവാൻ. ഒരു ദിവസം ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം, ജുമഅക്ക് ശേഷം, പാതിരാവിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുമ്പോഴോ 10 മിനിറ്റെങ്കിലും സഹോദരങ്ങളെ നമ്മൾ കാത്തുനിന്നാൽ, നമ്മൾ അള്ളാഹിനോട് തേടിയാൽ, അള്ളാഹുവിന്റെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? പടച്ചോൻ പറഞ്ഞു എന്ത്? ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം. പടച്ചോന് ലജ്ജണ്ട്. പടച്ചോൻ ലജ്ജണ്ട്. എപ്പെന്നറിയോ സോങ്ങളെ? യസ്തഹീ മിൻ അബ്ദിഹി. അടിമകളായ നമ്മളോട് പടച്ചോന് ലജ്ജ തോന്നും. അല്ലെങ്കിൽ പടച്ചോന് നമ്മളോട് ചെയ്യുന്നതിൽ ലജ്ജ തോന്നും. എപ്പോ? നമ്മളെ പടച്ചോന്റെ നേരെ 2 കൈകളും നീട്ടി എന്നിട്ട് ഒരുത്തരവും നൽകാതെ പടച്ചവനത് ബാക്കിയാക്കി എന്നാണെങ്കിൽ പടച്ചവന് ആ വിഷയത്തിൽ നമ്മളോട് ലജ്ജ തോന്നുകയാണ്. പടച്ചവൻ അങ്ങനെ ബാക്കിയാക്കൂല. ചോദിക്കാൻ നമുക്ക് നേരുണ്ടോ എന്നുള്ള നോക്കും, ആത്മാർത്ഥമായിട്ടാണോ നോക്കും, പടച്ചവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണോ എന്ന് നോക്കും. എന്നിട്ട് അല്ലാഹു അത് നമ്മൾക്ക് നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അവസാനം പറഞ്ഞ ആ വാചകം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ നിസ്കരിക്കാനുള്ള സമയം നമുക്കറിയാം. കുറച്ചുനേരം ഖുർആൻ ഓതും. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയുള്ളൂ. സിസ്റ്റം ഇതാണ്. ഒരു 5-8 മിനിറ്റ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി എടുത്തേക്കണം. സുബൈക്ക് ഏശാകാം, ജമാഅത്തിന് ഏശാകാം. ഇനി ഒരാൾക്ക് ജോലി സ്ഥലത്താകാം, സഹോദരിമാർക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാകാം, കുട്ടിക്ക് പാലെടുക്കുമ്പോഴാകാം, തൊട്ടിയാട്ടുമ്പോഴാകാം, വേറെ വീട്ടിൽ ജോലിക്ക് വന്ന സഹോദരിക്ക് ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴാകാം. ഏത് പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവദിച്ച ഏത് സമയത്തും പ്രാർത്ഥിക്കാം. പക്ഷെ അതിനൊരു 5-8 മിനിറ്റ് കാത്തിക്കണം. നമ്മൾ ഒരുങ്ങി വെക്കണം. നമ്മളെ കാര്യം പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഈ ദുനിയാവിലുള്ളത്? നിങ്ങളത് ആലോചിച്ചു. നമ്മളെ കാര്യം ചെയ്തുതരാൻ പടച്ചോൻ കാത്തിക്കുക. നമ്മൾ യാ റബ്ബി എന്ന് വിളിച്ചാൽ അള്ളാന്റെ വാക്കെന്താ പറയുക? ലബ്ബൈക യാ അബ്ദി എന്ന് അള്ള ഉത്തരം നൽകുന്നതാണ്. അടിമയായ ഇന്നാൾ എന്താ ചോദിച്ചു തുടങ്ങിയത്? ചോദിക്കടാ എന്ന് അള്ള വാനലോകത്ത് നിന്ന് പറയുന്നുണ്ടെന്നാണ്. കാത്തിരിക്കണ പടച്ചോനും നേരല്ലാത്ത നമ്മളും. എന്നിട്ട് നമ്മൾ പിന്നെ തേടാൻ തുടങ്ങിയപ്പോഴറിയോ? ഡോക്ടർ വന്നിട്ട് പറയാണ് മുഴ തുടങ്ങി, മൂക്ക് കൂടെ ബ്ലഡ് തുടങ്ങും. അപ്പം മുതൽ നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങാം. എന്നിട്ട് 15 ദിവസം കൊണ്ട് നമ്മൾ നിരാശരായി. എന്താ കുറെ തേടിയിട്ട് കിട്ടണില്ല. സോളെ എത്ര കൊല്ലല്ല നമ്മളിത് പറഞ്ഞു. സമയം ഉണ്ടാക്കണം. കുറച്ചു നേരം നമ്മളെ കാര്യമല്ലുള്ളൂ, നമ്മുടെ കാര്യമല്ലുള്ളൂ. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, എന്താ അറിയോ? അഅജസന്നാസ്. മനുഷ്യന്മാരിൽ ഏറ്റവും ദുർബലനാരറിയോ? മൻ അജസ മിന ദുആ. പ്രാർത്ഥിക്കാൻ നേരമില്ലാത്ത ധൃതിപ്പെട്ടു പോകണോൻ. ഓനെക്കാളും പോലെ ദുർബലല്ല. വണ്ടിമനവൻ പോണത്. ഓനെന്തിനാ പോണറിയോ? നേരെല്ലാറിന് പോവുകയാണ്. ഓനെ ഇമല പോണ് വണ്ടിമേ. ആ ക്ലച്ചിന്റെ വയറ് ലൂസായാൽ ഓന്റെ ജീവിതം കഴിഞ്ഞു. ഓനെ എവിടേക്കും നേരം വേണ്ട. ഓൻ എവിടുക്കാ ഓടുന്നത്? ഓന്റെ കടയ്ക്ക്. ഷട്ടർ ഇങ്ങനെ തുറക്കുമ്പം മുകളിൽ വെച്ച് പൊന്തിച്ചിരുന്ന ഷട്ടർ അവിടുന്ന് ക്ലിപ്പ് താഴത്തേക്കാണ് പോണി, തലമ്മക്കാണ് വീണു. കഴിഞ്ഞു, ഓന്റെ ജീവിതം പോയി. ഇനി തിരക്കില്ലാത്ത ലോകത്ത് ഖബർക്ക് നേരെ പോകാം. 2 മിനിറ്റ് 50 മിനിറ്റ് അല്ല പറഞ്ഞത്. 2-3 മിനിറ്റ് പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് എന്നും പ്രാർത്ഥിക്കാൻ വേറെ ആരും പറയാണ്ടാവില്ല. നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സമയം കണ്ടെത്തി പടച്ചവനോട് ദുആ ചെയ്യണം. അതിന്റെ രൂപങ്ങൾ
സമയങ്ങൾ മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുത്ബകൾ പറയാം. സഹോദരങ്ങളെ, പറഞ്ഞത് അള്ളാനോട് ചോദിച്ചോളൂ. ഖലാഇൽ അല്ലാഹ് വ്യത്യാസം വരുത്തും. ഖലാഇൽ പടച്ചോന്റെ വിധി അല്ലാഹ് മാറ്റുന്ന പറഞ്ഞത്. ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ മടി കാണിക്കുന്നവനെ പടച്ചോൻ ഇഷ്ടമല്ല. കാത്തിരിക്കുന്ന നാഥനാണ്. നമ്മൾ ചോദിച്ചാൽ തരാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ ലജ്ജയുള്ള നാഥൻ കാത്തിക്കാൻ. ചോദിക്കാൻ നമ്മൾക്ക് മടിയുള്ളിടത്തോളം കാലം നമ്മുടെ കാര്യങ്ങൾ സാധുവാവുകയില്ല. എല്ലാ കാര്യവും വാപ്പാന്റെ, ഉമ്മാന്റെ, മരിച്ചുപോയവരെ, മക്കളുടെ, നാടിന്റെ, ദീൻ നിലനിൽക്കുന്നതിന്റെ, അവനാന്റെ കച്ചവടത്തിന്റെ, നമ്മളെ സഹായിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി സഹോദരങ്ങളെ എന്നും പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും വൈവാഹികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഈ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും പൂർണ്ണ മുവഹിദായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.